ഹലോ ഗൈസ്, അങ്ങനെ രാവിലെ അത്താഴത്തിന് എണീറ്റപ്പോൾ തലേന്നത്തെ പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും പുഴുങ്ങിയ പഴം മുട്ടൊക്കെയാണ് കേട്ടോ കഴിച്ച്. രാവിലെ എണീറ്റ് വന്നപ്പോൾ ഒരാൾ പനി പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. ഉമ്മയാണെങ്കിൽ രാവിലെ തന്നെ മീനും കാര്യങ്ങളൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീൻ പൊള്ളിക്കാനായിട്ട് ഞാൻ എൻ്റെ കുട്ടി അസിസ്റ്റന്റിനെയും കൂട്ടി വാഴന്തല വെട്ടാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ പണികളെല്ലാം എൻ്റെ ഈ കുട്ടി അസിസ്റ്റന്റുമാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അപ്പോഴേക്കതേ നമ്മളെ ക്ലോയിക്കുട്ടൻ്റെ മീനിന്റെ സ്മെല്ലിട്ട് രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. അങ്ങനെ സകലമായ ശക്തി ഉപയോഗിച്ചത് രണ്ടാളെ കൂടി പത്തിരി പ്രസ് ചെയ്യും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കതേ നമ്മളെ മീൻകുട്ടന്മാരിതേ നന്നായി വൃത്തിയാക്കി വന്നിട്ടുണ്ട് കേട്ടോ. ഉമ്മയാണെങ്കിൽ ഒരു സൈഡിൽ പത്തിരി പരത്തുന്നുണ്ട്. അപ്പൊ ഞാൻ കരുതി ഞാനും കൂടി ഒന്ന് ചുട്ട് സഹായിക്കാം. അങ്ങനെ പത്തിരി ചൂടാനായിട്ട് ചട്ടിയും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പത്തിരി കുറച്ച് ഫ്ലോപ്പ് ആയാലും പിന്നെ അങ്ങ് മൊത്തത്തിൽ റെഡി ആക്കി കിട്ടിട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കൊണ്ടേ ഉമ്മയാണെങ്കിൽ പൂരിയും കാര്യങ്ങളും ചൂടാള പരിപാടി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതേ ഞാൻ മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാനുള്ള മീൻ മാരിനേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഇത്രയും സ്പെഷ്യൽ ഉണ്ടാക്കാൻ കാരണം ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ വീട്ടിലൊരു നോമ്പ് തുറ കൂടുന്നത്. അപ്പം ഞാൻ കരുതി ഇന്ന് കുറച്ച് സ്പെഷ്യൽ ആക്കാന്നത് കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അതിൻ്റെ ഇടയിൽ മീൻ പൊരിക്കാനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹോസ്റ്റലിൽ പത്തിരിയും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ പത്തിരിയാണ് കേട്ടോ എനിക്ക് ഇന്നത്തെ സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുള്ളത്. നമുക്ക് വീട്ടിൽ എപ്പോഴും ഇങ്ങനെ പത്തിരി കിട്ടുമ്പോൾ അതിൻ്റെ വില മനസ്സിലാവും. ഇങ്ങനെ ഹോസ്റ്റലിൽ പോയി നിൽക്കുമ്പോൾ പത്തിരി കിട്ടാതാവുമ്പോഴാണ് കേട്ടോ ആ പത്തിരിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ എന്നും ആലോചിക്കുമ്പോൾ സങ്കടം വരും കേട്ടോ. ഹോസ്റ്റൽ അതാണ് ഇന്ന് അങ്ങനെ പത്തിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അങ്ങനത്തെ മീൻ പൊള്ളിച്ചതിനുള്ള മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഫിഷും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നപ്പോൾ മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാനുള്ള റെഡിയാക്കൽ വാഴന്തലൊക്കെ വെട്ടി ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാ കുട്ടിപ്പട്ടാളങ്ങളും നല്ല മോട്ടറാക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്ത് പണി പറഞ്ഞാലും എല്ലാവരും നല്ല ആവേശത്തോടു കൂടി എടുക്കുന്നത് കേട്ടോ. അങ്ങനെ മസാലയൊക്കെ വെച്ച് നമ്മളെ മീൻ ഫ്രൈ ചെയ്തതും വെച്ച് വീണ്ടും മസാലയൊക്കെ വെച്ചത് 2 തക്കാളി കട്ട് ചെയ്തതൊക്കെ വെച്ച് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ജസ്റ്റ് ചട്ടിയിലിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് തിരിച്ചു മറിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മളെ മീൻ പൊള്ളിച്ചതും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ ഉടൻ തന്നെ സ്നാക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മാവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഫസ്റ്റത്തെ സമൂസ ഫില്ല് ചെയ്യാൻ ഞാൻ നിന്നപ്പോഴേക്കതേ എന്തൊക്കെ കുറേ കാലം ഈ പണിയൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ ഫ്ലോപ്പായി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മ അങ്ങ് ആ പണി അങ്ങ് ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് സമൂസക്ക് മാവ് പരത്തി തരുന്നത് ഈ കുട്ടി അസിസ്റ്റന്റ് ആണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഉമ്മ തരിക്കഞ്ഞിക്കുള്ള വറവൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ഞാനും കുട്ടികളും പോയിട്ട് നമുക്ക് വൈകുന്നേരത്തുള്ള വത്തക്ക വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വത്തക്കയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് നല്ല ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ തരിക്കഞ്ഞിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ. നല്ല പത്തിരിയും വറുത്തരിച്ച കോഴിക്കറിയും ഇറച്ചിയടയും മീൻ പൊള്ളിച്ചതും വത്തക്ക വെള്ളം പൂരിയും നല്ല കട്ടൻ ചായയും നല്ല തരിക്കഞ്ഞിയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. ഇത്രയും ഗ്രാൻഡ് ആക്കിയത് തന്നെ ഞാൻ വന്ന സ്ഥിതിക്ക് ഒരു ദിവസമെങ്കിലും ഗ്രാൻഡ് ആക്കണ്ടേ വിചാരിച്ചാണ് കേട്ടോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുത്തൊക്കെ ചെയ്തത്. അങ്ങനെ നമ്മളെ മീൻ പൊള്ളിച്ചത് തുറക്കാൻ നേരായിട്ട്